എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് നാളെ വീണ്ടും മാർക്കറ്റിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം താഴേക്ക് വരും എന്ന് വിചാരിക്കുമ്പോഴെല്ലാം മാർക്കറ്റ് ഓരോ ദിനം കഴിയുന്തോറും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരുവിധ ഗത്യന്തരവും നിവൃത്തിയുമില്ലാതെ ഇൻവെസ്റ്റേഴ്സ് ഹൈ പൊസിഷനിൽ തന്നെ ഇപ്പോൾ ബൈ എൻട്രി കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ലോങ് ടൈം ഷോർട്ട് ടൈം സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര്, അതായത് റീറ്റെയിലേഴ്സ് ആണെങ്കിലും പ്രോപ്പറായ എൻട്രിക്ക് വേണ്ടി, അതായത് മാർക്കറ്റ് എത്രത്തോളം താഴെ വരുമോ അത് ഇപ്പോൾ ആൾ ടൈം ഹൈയിലാണ്. ഏതാനും മാസങ്ങളായി, അല്ലെങ്കിൽ ഏതാനും ആഴ്ചകളായി, മാസങ്ങളായി എന്ന് തന്നെ പറയാം. ആൾ ടൈം ഹൈയിൽ നിന്ന് ആൾ ടൈം ഹൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഏതായിരുന്നാലും ഒരു താഴ്ച പ്രതീക്ഷിച്ചു കൊണ്ട് തന്നെ ഇവിടെ നിന്നെങ്കിലും ഒരു സ്റ്റോക്കുകളിൽ എൻട്രി എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് കാത്തിരുന്ന് ക്ഷമ കെട്ടിപ്പോൾ പല ഭാഗത്തു നിന്നും ഇപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ തന്നെ എൻട്രി എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ നിന്നും അല്പം താഴേക്ക് വന്നു. മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ചെറുതായിട്ട് താഴെ വരാനുണ്ടായ കാരണം, താഴെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് എൻട്രി എടുത്തു. മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയി വീണ്ടും അല്പം താഴെ വന്നു. ഇവിടെ നിന്ന് വീണ്ടും എൻട്രി എടുത്തു, വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇതാണിപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായും ഇവിടെ നിന്ന് എന്തായാലും എൻട്രി എടുക്കാൻ മാർക്കറ്റിൽ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സാധിക്കില്ല. കാരണം ഏതായിരുന്നാലും അല്പം താഴേക്ക് വന്നല്ലാതെ ഇനി കൂടുതലൊന്നും വേണ്ട, കുറച്ചെങ്കിലും താഴെ വരാതെ ആൾ ടൈം ഹൈയിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രയാസം തന്നെയാണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊരു ട്രെൻഡ് ലൈനാണ് ഇപ്പോൾ ഫോം ആയിരിക്കുന്നത്. ഇതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് സഞ്ചരിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈനും വന്നു ഫോമായി അതിനെ ബ്രേക്ക് ഔട്ട് നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബ്രേക്ക് ഔട്ട് നടത്തിയത് കൊണ്ട് തന്നെ മാർക്കറ്റ് തീർച്ചയായും ഇനി വീണ്ടും മുകളിലേക്ക് തന്നെ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ അത് എത്രത്തോളം പോകും എന്നുള്ളത് കണക്ക് പ്രകാരം 26,000-ന് ശേഷമായിരിക്കും മാർക്കറ്റ് അല്പം പോലും താഴത്തേക്ക് വരാൻ കൂട്ടാക്കുകയുള്ളൂ എന്നുള്ളതാണ്. നമുക്കേതായാലും അതിനനുസരിച്ച് ഇപ്പോൾ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെല്ലാം എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് പറയാനുള്ളത്, നിങ്ങൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും ഒരു 1000-2000 പോയിൻ്റൊക്കെ താഴെ നിന്നല്ലാതെ ഒരിക്കലും സ്റ്റോക്കുകളിൽ എൻട്രി എടുത്ത് പോകരുത്. അത് ലോങ് ടേം ആണെങ്കിലും ഷോർട്ട് ടേം ആണെങ്കിലും. കാരണം ഏത് നിമിഷവും ഒരു താഴ്ച അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം. പക്ഷെ ഓരോ ദിവസവും നമ്മൾക്ക് പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ബാങ്ക് നിഫ്റ്റിയൊക്കെ ഓപ്ഷൻ ബൈ ചെയ്ത് അല്ലെങ്കിൽ ഓപ്ഷൻ സെൽ ചെയ്തുകൊണ്ട് അത്യാവശ്യം പ്രോഫിറ്റ് ദിവസവും ഉണ്ടാക്കാൻ കഴിയും. ഓരോ ദിവസത്തെയും സെൻറ്റിമെൻറ്റ് അനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് ട്രേഡിംഗ് സെറ്റപ്പ് നടത്താവുന്നതാണ്. ഓക്കെ, നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നാളെ ട്രേഡ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും ഒരു സ്വിംഗ് ഹൈ എന്നുള്ളത്, പ്രധാനമായിട്ടും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഹൈ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. നാളെ ഈ ഒരു റേഞ്ചിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇന്നലത്തെ ആൾ ടൈം ഹൈ മാർക്ക് ചെയ്തു. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ഏരിയയിൽ 1 മണിക്കൂറിൽ കൂടുതൽ സൈഡ് വേ അല്ലെങ്കിൽ 1 മണിക്കൂറിൽ കൂടുതൽ ഇതിനകത്ത് ട്രേഡ് ചെയ്തുകൊണ്ട് പിന്നീട് ഒരു സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് എടുത്തു പോകാം. എത്രത്തോളം പോകുമെന്ന് വെച്ചാൽ 25,853 ഇപ്പോൾ സ്പോട്ട് റേറ്റ്. നമുക്ക് 25,960 വരെയൊക്കെ പ്രതീക്ഷിക്കാം. 26,000-ലേക്ക് ഇനി അധികമൊന്നും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 26,000 ടച്ച് ചെയ്യുകയോ അതിന് മുകളിൽ അല്പം ഒരു 10-30 പോയിൻ്റ് മുകളിലേക്ക് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് താഴേക്ക് വരാം എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ അതൊരിക്കലും ഒരു പ്രഡിക്ഷൻ ആവില്ല. കാരണം ഓരോ ദിവസം കഴിയുന്തോറും മാർക്കറ്റ്
മുകളിൽ നിന്ന് മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ ഇതുപോലെ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നടത്താം. ഈ ഒരു മേഖല, ഈ ഒരു സോണിനുള്ളിൽ 1 മണിക്കൂറിൽ കൂടുതൽ ട്രേഡിംഗ് നടത്തിയതിന് ശേഷം സ്ട്രോങ് ആയിട്ട് 25,853 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ആൾ ടൈം ഹൈ, കഴിഞ്ഞ ദിവസത്തെ ഹൈ ആയ 25,850 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് എടുത്തു പോകാം. താഴേക്കാണെങ്കിൽ നമുക്കൊരു പ്രീവിയസ് ലോ ഇവിടെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ മതിയാവും. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുത്തു വരണം 25,380. ചെറിയൊരു റിസ്ക് ഉണ്ട്, കാരണം ഇവിടെ നിന്ന് എന്തായാലും ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നമ്മൾ എന്തായാലും കാണണം. ഇതിനെ ബ്രേക്ക് ചെയ്താലും സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണണം. അതുകൊണ്ട് 25,380 എന്നുള്ള റേഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നിങ്ങൾക്ക് എൻട്രി എടുക്കാം. 25,290 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും എൻട്രി എടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ കിട്ടിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കുറച്ച് നേരം മാറി നിൽക്കണം. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നാളെ നിങ്ങൾക്ക് ഇതുപോലൊരു ട്രേഡിംഗ് സെറ്റപ്പ് നടത്താം. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒത്തിരി നാളായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് വിപരീതമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നോക്കൂ, കഴിഞ്ഞ ദിവസം അതായത് വെള്ളിയാഴ്ച ബാങ്ക് നിഫ്റ്റിയുടെ എല്ലാ സ്റ്റോക്കുകളും നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. 54,066 വരെയാണ് പോയിരിക്കുന്നത്. അതായത് പ്രീവിയസ് ആൾ ടൈം ഹൈ എന്ന് പറയുന്നത് 53,357 ആയിരുന്നു. അവിടെ നിന്നും മാർക്കറ്റ്, അതായത് ബാങ്ക് നിഫ്റ്റി അല്പാൽപമായിട്ട് താഴെ വന്ന് അതായത് ഏകദേശം 2000 പോയിൻ്റൊക്കെ താഴെ വന്നിട്ടാണ് മുകളിലേക്ക് ക്രമേണ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇനിയും 54,000 വരെ അല്ലെങ്കിൽ 55,000 വരെ പോകാനുള്ള ശേഷിയാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയുന്നത്. 55,000 എന്നുള്ളത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കടമ്പൊന്നുമല്ല. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ പോയി ടച്ച് ചെയ്ത് വരാനും മതി. ഏകദേശം 1,500 പോയിൻറ്റിൻ്റെയൊക്കെ അടുത്തല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളെ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്, ഇത് 1 ഡേ ടൈം ഫ്രെയിമാണ്. നമുക്കിതിൽ ആൾ ടൈം ഹൈ അതേപോലെ പ്രീവിയസ് ആൾ ടൈം ഹൈ ഇത് രണ്ടും മാർക്ക് ചെയ്തു. രണ്ടിൻ്റെയും കളറ് അത്യാവശ്യം മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. 55,000 എന്നുള്ള ഒരു ലൈൻ അവിടെ നിന്നോട്ടെ. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് മാറ്റുമ്പോൾ നാളെ ട്രേഡ് ചെയ്യാൻ നമുക്ക് ഏറ്റവും അനുയോജ്യത എന്ന് പറയുന്നത് 54,050 മുകളിൽ ബ്രേക്ക് ചെയ്യണം. എങ്ങനെ? ഈ ഒരു റേഞ്ചിനകത്ത് 53,375 53,937 ഇതിനകത്ത് മാർക്കറ്റ് ട്രേഡ് ആയതിനു ശേഷം സ്ട്രോങ് ആയിട്ട്, അതായത് കുറേശ്ശെ കയറിയിട്ട് പിന്നെ ഇങ്ങോട്ട് താഴെ വന്ന് ഇങ്ങോട്ട് കയറി പിന്നെ പോലെ പോയി പിന്നെയും താഴെ വന്ന് ആളെ കളിപ്പിക്കുമല്ലോ ഒരു സൈഡ് വേയിലൂടെ, അത്തരത്തിലല്ല, സ്ട്രോങ് ആയിട്ട് തന്നെ. അതായത് ഇപ്പം ഇങ്ങനെ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സ്പൈക്ക്, ആ സ്പൈക്കിൽ ഇതിനെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 54,050 നിന്ന് എൻട്രി എടുത്ത് മുകളിലേക്ക് പോകാം. ഓക്കെ, ഒരു 400 പോയിൻറ്റിൻ്റെയൊക്കെ ടാർഗറ്റ് നമുക്ക് വയ്ക്കാവുന്നതാണ്. 54,000 എന്നുള്ളത് 54,050 എന്നുള്ള 54,400 വരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഒരു സ്പോട്ടിൽ സ്ട്രോങ്ങിൽ പോവുകയാണെങ്കിൽ കേട്ടോ. നേരത്തെ പറഞ്ഞ രൂപത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട പോലെ ഫേക്ക് ബ്രേക്കൗട്ടൊക്കെ തന്ന് ഒന്ന് ചാടി താഴെ വന്ന് പിന്നെയും ചാടി താഴെ വന്ന് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും എൻട്രി എടുക്കരുത്. ഓക്കെ, താഴെ വരികയാണെങ്കിൽ, താഴേക്കാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എൻട്രി എടുക്കാൻ കഴിയും. അതായത് ഇതിൻ്റെ ഈ ഒരു സിംഗിൽ നിന്ന് 53,280 താഴെ, 53,280 താഴെ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴേക്ക് എൻട്രി എടുത്ത് വരാം. ഇതുവരെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഇത് എത്രയാണ്? 52,850 വരെ.
53,250 നിന്ന് 52,850 പറയുമ്പോൾ 500 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റ് ഉണ്ട്. ഓക്കെ, മുകളിലേക്കാകുമ്പോൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ സ്ട്രോങ് ആയിട്ട് ക്രോസ് ചെയ്യണമെങ്കിൽ മുകളിലേക്കും എടുത്ത് പോകാം. അപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ ഇതുപോലെ വാച്ച് ചെയ്ത് നാളെ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. കുറച്ച് ദിവസങ്ങളായി വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല, ഔട്ട്ഡോർ പ്രോഗ്രാമിലായിരുന്നു. ഏതായിരുന്നാലും നാളെ മുതൽ എല്ലാ ദിവസവും രാവിലെ തരുന്ന ഇൻട്രാഡേ സ്റ്റോക്ക് കോഡും അതുപോലെ തന്നെ നമ്മുടെ വീക്ക്ലി ഡെയിലി അനാലിസിസും എല്ലാം ഉണ്ടാവും. ഇടയിൽ 1-2 ദിവസം കൂടിയുള്ളൂ ഇനി ഔട്ട്ഡോർ പ്രോഗ്രാം. അതിനിടയ്ക്കും നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയും. കറക്റ്റായ സമയത്ത് കറക്റ്റായ എൻട്രി എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ഇമോഷനായി നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഇറങ്ങരുത്, അല്ലെങ്കിൽ ട്രേഡ് ചെയ്തുകൊണ്ട് ഇമോഷൻ ആകരുത്. ഇമോഷണൽ ആയിക്കഴിഞ്ഞാൽ, അതായത് എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇതൊരു 15 മിനിറ്റ് ക്യാൻഡിലാണ്. ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ് അല്ലേ? ഇവിടെ നിന്ന് നോക്കൂ, ഞാൻ ആരോ മാർക്ക് എടുക്കും. ഇവിടെ നിന്നും മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്. താഴെ വന്നു, വീണ്ടും താഴെ വന്നു. നിങ്ങൾ താഴെ വരുമ്പോൾ ഇപ്പോൾ ഇത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ചില ആളുകളുണ്ട്, അതായത് ഇതിപ്പോൾ മുകളിലേക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നും 52,900 ഇവിടെ എത്രയാണ്? 53,360. 400 പോയിൻറ്റിൻ്റെ അല്ലെങ്കിൽ 400 പോയിൻറ്റോളം ഡിഫറൻ്റായി. ക്ഷമ കെട്ടവർ എന്ത് വിചാരിക്കും? മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് തന്നെ. ഇവിടെ നിന്നൊരു എൻട്രി എടുത്തു. മാർക്കറ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് വരാൻ തുടങ്ങി. താഴത്തേക്ക് വരികയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനെ റിക്കവർ ചെയ്യണമെന്നുള്ളൊരു വ്യഗ്രതയാണ് മനസ്സിൽ. പോയത് എങ്ങനെയെങ്കിലും കിട്ടണമെന്നാണ്. പിന്നീട് പ്രോഫിറ്റിൻ്റെ കാര്യമല്ല ചിന്തിക്കുക, പോയത് എങ്ങനെയെങ്കിലും കിട്ടണം. അപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കും. ഇവിടെ നിന്നും എൻട്രി എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ അവിടെ ഒരു സൈഡ് വരയ്ക്കും. നമ്മൾ വിചാരിക്കുക എന്താണ്, നമ്മൾ ട്രേഡ് എടുത്തപ്പോൾ മാർക്കറ്റ് അതിൻ്റെ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ നമ്മുടെ കഷ്ടകാലം എന്നൊക്കെ സ്വയം പഴിക്കും. കാരണം മാർക്കറ്റ് ഇവിടെ നിന്ന് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് പോവുകയാണെന്ന് വിചാരിച്ച് ഏറ്റവും മുകളിൽ പോയി എൻട്രി എടുത്തു. മാർക്കറ്റ് നേരെ താഴെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഡൗൺ സൈഡിലേക്ക് വന്നു. കാരണം ഇവിടെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാണിച്ചു, റെഡിലേക്ക് എത്തി മാർക്കറ്റ്. പക്ഷെ നമ്മൾ എന്ത് വിചാരിച്ചു? ഇനി വീണ്ടും താഴത്തേക്കാണ്. താഴ്ന്നു എടുത്തു. മാർക്കറ്റ് സൈഡ് വേ തുടങ്ങി. സൈഡ് വേ കഴിഞ്ഞതിന് ശേഷം നേരെ വീണ്ടും മുകളിലേക്ക് പോയി. കണ്ടോ? നേരെ വീണ്ടും മുകളിലേക്ക് പോയാൽ അപ്പോഴും മനസ്സിലെന്തായിരിക്കും? ഇത് എങ്ങനെയെങ്കിലും ഒന്ന് റിക്കവർ ചെയ്യണം. വീണ്ടും ഇവിടെ നിന്ന് എടുത്താലോ താഴത്തേക്ക് വരും. ഇത് ഒരുപക്ഷെ ഒരുവിധപ്പെട്ട ആളുകളൊക്കെ ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുടെ കാര്യമല്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുമെന്നല്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മളും ഈ മാർക്കറ്റിലേക്ക് വന്ന സമയത്ത്, മാർക്കറ്റിലേക്ക് വന്ന കാലഘട്ടത്തിലൊക്കെ ഇതുപോലെ തന്നെയായിരുന്നു. പിന്നീട് മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റും സൈക്കോളജിയും മാർക്കറ്റിൻ്റെ ടെക്നിക്കൽ അനാലിസിസൊക്കെ കുറിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവും ഇത് ഇതിനുള്ളതാണ്, അല്ലെങ്കിൽ ഇത് ഇനി ഇങ്ങോട്ട് വരാനുള്ളതാണ് എന്നുള്ളത് ആർക്കും മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞു വന്നത്, മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായി പഠിക്കും തോറും നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ സംരക്ഷണം നടക്കും. ക്യാപിറ്റൽ സേഫായി കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിനുള്ളൊരു പ്രാപ്തി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പരമാവധി ട്രേഡ് എടുക്കുമ്പോൾ എമോഷൻ കൺട്രോൾ ചെയ്തെടുക്കുക. ട്രേഡിങ്ങിനെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ ഏതെങ്കിലും ഒരു മെൻറ്ററുടെ സഹായത്തോടുകൂടി ബിഗിനേഴ്സൊക്കെ തൽക്കാലം ട്രേഡ് എടുക്കുക. അല്ലാത്ത പക്ഷം പൈസ കൊണ്ടുപോയി പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യരുത്. എന്നും മെൻറ്ററുടെ സഹായത്തോടു കൂടി എടുക്കാനും നിൽക്കരുത്. മനസ്സിലായില്ലേ? നിങ്ങളും മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം. പഠിച്ചുകൊണ്ട് തന്നെ മുന്നേറണം. ഓക്കെ, നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ബൈ.